അതെ, നോക്ക്. സോറി ഏട്ടാ. നീയേ ഈ സാധാരണ അനുജന്മാരെ പോലെ അത്യാവശ്യം വിശേഷം അന്വേഷിക്കലും ചോദ്യം പറച്ചിലൊക്കെ മതിയായിരുന്നു. അങ്ങനെ ആകുമ്പോൾ നിന്നിൽ നിന്നും ഞാൻ കൂടുതലൊന്നും പ്രതീക്ഷിക്കില്ലല്ലോ. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഐ ആം റിയലി സോറി ഏട്ടാ. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ, പോയി പ്രിയങ്കയെ വിളിച്ചോണ്ട് വാ. അച്ഛൻ എന്തായി പറയുന്നേ? പ്രിയങ്കയെ വിളിച്ചോണ്ട് വരാനോ? ഞാൻ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. എന്താ മോള് തെറ്റി വല്ലതും കേട്ടോ? അച്ഛാ, നമ്മുടെ കുടുംബത്തിന്റെ മാനം കെടുത്തിയവളാ അവള്. അവളെ തിരിച്ചു വിളിച്ചോണ്ട് വന്നാ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ് എന്താവും? അന്തസ്സിന് എന്തെങ്കിലും വീഴ്ച വന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി അതങ്ങ് പരിഹരിക്കാം. എന്തായാലും ഞാൻ സമ്മതിക്കില്ല. തന്റെ സമ്മതോടെ ആരെങ്കിലും ചോദിച്ചോ? അച്ഛൻ പറയുന്നങ്ങ് അനുസരിച്ചാ മതി. അച്ഛാ, ഞാൻ ഒന്നുകൂടെ ആലോചിച്ചിട്ട്. ആലോചിച്ചോ, തീരുമാനം ഇന്നെടുക്കണ്ട. 3-4 ദിവസം കഴിഞ്ഞിട്ട് എടുത്താ മതി. പ്രിയങ്ക നിന്റെ കൈ പിടിച്ച് ഈ വീട്ടിലേക്ക് കയറാതെ ഒരു തുള്ളി വെള്ളം ഞാൻ കുടിക്കില്ല. മുത്തശ്ശി, ഏത് കാര്യവും അതിന്റെ ചൂടോടെ ചെയ്ത് തീർക്കണം. അച്ഛൻ പറഞ്ഞല്ലോ, നടന്നതൊക്കെ അച്ഛൻ ക്ഷമിച്ചു. ഇനി ഇതിൽ വേറെ ഒന്നും ആലോചിക്കാനില്ല. ആ, ഇത് തന്നെയാ ഇവിടുത്തെ കുഴപ്പം. ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചാ വായും പൊളിച്ച് നിന്നോളും. അപ്പൊ പിന്നെ വന്നു കയറുന്നവർക്ക് എളുപ്പമായല്ലോ പറ്റിക്കാൻ. അതെ, വന്ന് കയറുന്നവരെല്ലാവരും കുഴപ്പമായിട്ടെത്തി.